ഉണ്ണിയമ്മേ കുമ്പടി വന്നു. കാര്യമില്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ യോജിച്ചു. കാരണം അമ്പയർ ഒരു ടീമിൽ കളിക്കുന്ന മത്സരത്തിൽ പിന്നെ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ അങ്ങോട്ട് യോജിച്ചു. അവിടെ വിഷയമില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ഒക്കെ ഞങ്ങളും വായിച്ചിട്ടുണ്ട്. വായിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങളും വായിച്ചിട്ടുണ്ട്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അനുസരിച്ച് ഒരാൾക്ക് 2 ID കാർഡ് പറ്റില്ലല്ലോ. സുരേഷ് ഗോപിയുടെ ബ്രദറിന് വരെ ഉണ്ട് കേട്ടോ 2 ID. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. സുരേഷ് ഗോപി ഒരു ജനപ്രതിനിധിയാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളാണ്, അങ്ങനെ മന്ത്രിയായ ആളാണ്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങളോട് അക്കൗണ്ടബിളും ആൻസറബിളും ആണല്ലോ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അദ്ദേഹം ഒരു ചോദ്യത്തെ ഇത്ര ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയേണ്ടതല്ല എന്ന ഒരു തമ്പുരാൻ മനോഭാവം ഉള്ളതുകൊണ്ടാണോ? അവജ്ഞയോടെ തള്ളിക്കളഞ്ഞതാ. കാരണം ഇത്രയും കാലമായിട്ട് ഒരു കേസ് പോലും കൊടുക്കാൻ സാധിച്ചില്ലല്ലോ. ജനങ്ങളോടാണോ അവജ്ഞ? വലിയ തെളിവുണ്ട്, ആനയുണ്ട്, തേങ്ങയുണ്ട് എന്നാണല്ലോ പറയുന്നത്. അല്ല, എതിരാളികളോട്. നിങ്ങളും ആ കൂട്ടത്തിൽ പെട്ടതാണല്ലോ. നിങ്ങളിപ്പോൾ കോൺഗ്രസിന് വേണ്ടി കഷ്ടപ്പെടുകയാണല്ലോ. ഒരു കാര്യമില്ല അഭിലാഷ് മോഹൻ, ഒരു കാര്യമില്ല. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. തെളിവുണ്ടെങ്കിൽ കോടതിയിൽ പോകണം. അല്ല, അതിപ്പോ വെറുതെ ശബ്ദ മലിനീകരണം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അല്ല, ശബ്ദ മലിനീകരണത്തിന്റെ പ്രശ്നമല്ല ഇവിടെ. ഇപ്പൊ അമ്പയർ തന്നെ ഒരു ടീമിൽ കളിക്കുമ്പോ പിന്നെ എത്ര പ്രശ്നം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങയോട് യോജിക്കുകയാണ്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. കാരണം ഇതിന്റെ അമ്പയർ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങളുടെ ടീമിൽ കളിക്കുകയല്ലേ. അപ്പൊ പിന്നെ ശബ്ദം ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങയോട് വലിയ എതിരഭിപ്രായമില്ല. വെറുതെ കോടതി പോകണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഞാൻ ഉപയോഗിക്കാത്ത വാക്ക് ഉപയോഗിക്കരുത്. കോടതി പോകണം. കോടതിയാണ് ഈ കോടതിയിൽ പോകണം. ഞാനതല്ലേ പറഞ്ഞത്, കോടതിയിൽ പോകണം. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? അതെ, ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കാനുള്ള അവകാശമില്ല. എല്ലാം കോടതിയിൽ പോയി തീരുമാനിച്ചോണം. കച്ചേരി പറയുന്ന അനുസരിച്ചാണ് ബാക്കി കാര്യങ്ങൾ. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞോളാം. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞോളാം. ഞങ്ങളെ സംഘടനാ സംവിധാനം വെച്ച് പറഞ്ഞോളാം. സംഘടനാ സംവിധാനം വെച്ചാണല്ലോ ഇത്രയും വോട്ടൊക്കെ ചേർത്തത്. അതെ, ഞങ്ങളെ മിടുക്കാണ്. സുരേന്ദ്രൻ പറഞ്ഞില്ലേ, ഇനിയും ചേർക്കും, ഇനിയും ചേർക്കും. 29-നും ചേർക്കും, 34-നും ചേർക്കും. ഇതപ്പൊ ചേർത്തോണ്ടിരിക്കുക. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? എന്റെ മൊബൈലുണ്ട് 25-30. ശ്രീ പത്മനാഭൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏത് മണ്ഡലത്തിലായിരിക്കും വോട്ട് ചെയ്യുക? തൃശ്ശൂരിലായിരിക്കോ? ഞാൻ പറയട്ടെ, നിക്കട്ടെ. സൗകര്യമുള്ളടത്ത്, എനിക്ക് സൗകര്യമുള്ളടത്ത്. അതെ, സൗകര്യമുള്ളത് പോലെയാണ് ഇതുവരെ എല്ലാ നേതാക്കളും വോട്ട് ചെയ്തിരിക്കുന്നത്. അതന്നെയാണ് കാണിക്കുന്നത്. അവിടെ ചെയ്യും. അതെ, അങ്ങനെ ചെയ്യുന്നു. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? ആണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ. തോന്നുന്നത് മാതിരി ചെയ്യാം. അംഗമായി മൻമോഹൻ സിംഗ് അസമിൽ നിന്ന് രാജ്യസഭാ അംഗമല്ലേ ആയത്? രാജ്യത്തിന്റെ അവസ്ഥ. അയ്യോ, മൻമോഹൻ സിംഗ് രാജ്യസഭാ അംഗമല്ലേ ആയത്? അയ്യോ, രാജ്യത്തിന്റെ അവസ്ഥ. അത് നിയമപ്രകാര ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റിയില്ലല്ലോ. ആസാമിൽ രാജ്യസഭാ അംഗമായി ചോദ്യം ചെയ്യാൻ പറ്റിയോ? എന്റെ പൊന്നു ഭായി, എന്നെ കുഴപ്പിക്കരുത്. നിയമമാണ്. ചോദ്യം ചെയ്യൂ, കോടതിയിൽ പോകൂ. വി മുരളീധരൻ മഹാരാഷ്ട്രയിൽ നിന്നല്ലേ രാജ്യസഭാ അംഗമായത്? മിടുക്കം. അതെ, നിയമമാണ്. എന്നിട്ട് മൻമോഹൻ സിംഗ് ആസാമിൽ നിന്നായത് നിയമമാണ്. ചോദ്യം ചെയ്യൂ. അതെന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? പിടിച്ച് അപേക്ഷിക്കുകയാണ് കോൺഗ്രസുകാരെ, കമ്മ്യൂണിസ്റ്റുകാരെ. അല്ല, അതെന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. മൻമോഹൻ സിംഗോ വി മുരളീധരനോ രാജ്യസഭാ അംഗമായതിൽ ഇവിടെ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞോട്ടെ. അത് ശരി, ഇതിപ്പോ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ചോ ഇക്കാര്യത്തിൽ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. പറയാണല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറയാണല്ലോ. പറയട്ടെ. ഇങ്ങനെ എന്തൊരു ബുദ്ധിമുട്ടാ അയ്യോ അഭിലാഷ, ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ആർക്കാണ് ടെൻഷൻ എന്നുള്ളത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും കേട്ടോ. അയ്യോ, ഒരു മന്ത്രിയോട് 31 സെക്കൻഡിൽ 7 ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ കരിങ്കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇരിക്കുകയാണ്. അപ്പൊ ആർക്കാണ് ടെൻഷൻ എന്നുള്ളതൊക്കെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. അയ്യോ, തെരഞ്ഞെടുപ്പ് നടത്തിയത് സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാ. ഞങ്ങൾ ഉത്തരം പറയും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് കൊടു, ചൊണയുടെ കേസ് കൊടു, കോടതിയിൽ നിന്ന് കാണാം. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന
ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. അഭിലാഷ് അവർക്ക് വേണ്ടി തൊണ്ടയിലെ വെള്ളം പറ്റിക്കണ്ട, ഒരു കാര്യമില്ല. അല്ല, ഒരു കാര്യമില്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ യോജിച്ചു. കാരണം അമ്പയർ ഒരു ടീമിൽ കളിക്കുന്ന മത്സരത്തിൽ പിന്നെ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ അങ്ങോട്ട് യോജിച്ചു. ഞങ്ങൾ സത്യസന്ധമായി നിയമപ്രകാരമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. നിയമപ്രകാരം പ്രവർത്തിച്ച ഇല്ലാത്ത അഡ്രസ്സിൽ വോട്ട് ചേർക്കുന്നതാണോ നിയമപ്രകാരം പ്രവർത്തിക്കൽ? അതൊക്കെ കോടതി തെളിയിച്ചോളാം. അതൊക്കെ ഹൈക്കോടതി. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ലാത്ത അഡ്രസ്സിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ എസ് അജയകുമാർ ഏത് അഡ്രസ്സിലാണ് വോട്ട് ചേർത്തത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അതെ, താമസിച്ച അഡ്രസ്സിലാണോ? അല്ലല്ലോ. ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ആലത്തൂർ മണ്ഡലത്തിലെ ബിജെപിയുടെ നിരവധി പ്രവർത്തകർ കേസ് വരട്ടെ. ഇത് വലിയ മാറണല്ലോ. അല്ല, ശ്രീ പത്മനാഭൻ തൃശ്ശൂരിൽ അടഞ്ഞു കിടക്കുന്ന മിക്കവാറും ഫ്ളാറ്റുകളുടെ ഒക്കെ പേരിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. നിയമപരമാ? അഭിലാഷ് ജഡിച്ച് ആവണ്ടാന്ന്. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. കെ സുരേന്ദ്രൻ മോത്തോക്കി പറഞ്ഞില്ലേ, 29-നും ചേർക്കും 34-നും ചേർക്കും, വോട്ട് ചെയ്യിപ്പിക്കും, ജയിക്കും നമുക്ക് കാണാം. അല്ല, എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു മണ്ഡലം ജയിക്കണം എന്നുള്ളതേ ഉള്ളൂ? ഈ നാടിന്റെ നാനാഭാഗങ്ങളിലുമുള്ള ബിജെപിക്കാർ ഒറ്റ മണ്ഡലത്തിൽ അവിടെ വോട്ട് ചേർത്ത് അവിടെ വോട്ട് ചെയ്ത് ഒരാളെ ജയിപ്പിച്ചാൽ കഴിഞ്ഞു. അതൊരു രാഷ്ട്രീയ വിജയമായി കാണും. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. 29-ൽ 5 ഒന്നല്ല, 29-ൽ 1 5 സുരേന്ദ്രൻ പറഞ്ഞില്ലേ? അല്ല, അതിപ്പോ പിടിക്കും 29-ൽ. ഇവന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഇപ്പൊ SIR-ൽ ബംഗാളിലും അതുപോലെ തന്നെ ബീഹാറിലും ഒക്കെ പുറത്താവുന്ന ആളുകൾക്ക് കേരളത്തിൽ വോട്ട് ചേർക്കാന്ന് കേട്ടിരുന്നു. അപ്പൊ ഇനി 5 പിടിക്കാൻ ഇനി നമ്മളെ ചേർപ്പിക്കുന്നത് ആരൊക്കെയാ? ചേർക്കുന്നത് ആരൊക്കെയാ? ബംഗാളികളെ ബീഹാറികളെ ഒക്കെ ആയിരിക്കും അല്ലേ? സുപ്രീം കോടതി സ്റ്റേ ചെയ്തോ? അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ഇപ്പൊ പണിയെടുക്കാൻ അന്യ സംസ്ഥാന തൊഴിലാളികൾ വേണം. ഇനിയിപ്പോ വോട്ട് ചെയ്ത് നിങ്ങളെ ജയിപ്പിക്കാൻ അവർ വേണ്ടിവരും തോന്നുന്നു. SIR-ൽ പുറത്താക്കപ്പെടുന്ന ബീഹാറികളും ബംഗാളികളും ഒഡീഷക്കാരും അടുത്ത തവണ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമെന്ന കോൺഫിഡൻസിലാണോ ഈ 5-ന്റെയും 6-ന്റെയും കണക്ക് പറഞ്ഞത് എന്നാണ് ഞാൻ ചോദിച്ചത്. ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. ചോദ്യം SIR ആണല്ലോ, അതുകൊണ്ട് ഉത്തര SIR. സുപ്രീം കോടതി സ്റ്റേ ചെയ്തോ ബീഹാർ SIR? എന്റെ ചോദ്യം അതല്ല. ചെയ്തോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കപിൽ സിബളും മനു അഭിഷേക് സിംഗിയൊക്കെ കൊറേ ദിവസമായല്ലോ വായിട്ടടിക്കുന്നു, നാവിട്ടടിക്കുന്നു. കിട്ടിയോ സ്റ്റേ? കിട്ടിയോ? ഇവനെന്ത് വിവരക്കാരാ ചോദിക്കണേ? ശ്രീ പത്മനാഭൻ, ബിജെപിയുടെ ഒരു വോട്ട് ശതമാനം അനുസരിച്ച് വിവിധ മണ്ഡലങ്ങളിലെ ബിജെപി പ്രവർത്തകരെ ഒരു മണ്ഡലത്തിൽ കൊണ്ടുപോയി വോട്ട് ചേർപ്പിച്ചാൽ ഒരു മണ്ഡലത്തിൽ ജയിക്കാം. ഓക്കെ, ഇപ്പൊ താങ്കൾ പറഞ്ഞ 5-6 മണ്ഡലത്തിൽ ജയിക്കും, 5-6 മണ്ഡലത്തിൽ ജയിക്കുമെന്ന് പറഞ്ഞ കണക്ക് ഈ SIR-ൽ പെട്ട് പുറത്തു പോകുന്ന ബീഹാറികളെയും ഒഡീഷക്കാരെയും ബംഗാളികളെയും വോട്ട് ജയിച്ചിട്ടാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. പറ്റെങ്കിൽ തടയി. കോൺഗ്രസ്സുകാർക്ക് ഐഡിയ പറഞ്ഞു കൊടുക്കുക. അഭിലാഷ് ടീമും തടയാൻ നമ്മളാര്? ഈ രാജ്യത്തെ സംവിധാനങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ അല്ലേ? ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാലോ. ഇവൻ നമ്മൾ നാളെ എടുത്തോണ കേട്ടാ. കേരളത്തിലെ ഏറ്റവും വലിയ കേഡർ പ്രസ്ഥാനം CPM ഇല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ കേഡർ പ്രസ്ഥാനം CPM ഇല്ല. ഐഡിയ പറഞ്ഞു കൊടുക്ക അഭിലാഷേ, ഐഡിയ പറഞ്ഞു കൊടുക്ക്. കേഡർ പ്രസ്ഥാനങ്ങളല്ലല്ലോ, ഭരണഘടനാ സ്ഥാപനങ്ങളല്ലേ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ശ്രീ പത്മനാഭൻ, അങ്ങൊരു അഡ്വക്കേറ്റ് അല്ലേ? കേഡർ പ്രസ്ഥാനങ്ങളാണോ? നോയിക്കോളാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.